കുറച്ച് വെള്ളം പക്ഷികൾക്കും കൂടി കൊടുക്കട്ടെ. നീ ഇവിടെ ഇരിക്കുകയാണോ? എന്തു പറ്റി? പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക. പാവം വിശക്കുന്നുണ്ടാവും. എന്റെ കുട്ടിക്ക് ആരുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയാലാ. വേഗം വന്ന് റെഡി ആയിക്കേ. കുളിച്ച് ഭക്ഷണം കഴിച്ച് സ്കൂളിൽ പോകാൻ നോക്കൂ. അപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടനൊക്കെ ഈ നോമ്പല്ലേ, എനിക്കും നോമ്പാ. എനിക്കും ഭക്ഷണം വേണ്ട. കുഞ്ഞല്ലേ, അപ്പയും അമ്മയൊക്കെ വലുതായതല്ലേ. 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോമ്പൊക്കെ നോക്കാം. ഇപ്പൊ നീ വന്നേ, കുളിച്ച് ഭക്ഷണം കഴിച്ച് സ്കൂളിൽ പോകാൻ നോക്കൂ. വരൂ. ഇല്ലടാ, ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ജോലിയില്ല. ഭയങ്കര കഷ്ടപ്പാടാ. അതുകൊണ്ട് ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്മേ, നീ എത്തിയോ? നേരത്തെ എത്തിയല്ലോ. എന്തൊക്കെയാ സ്കൂളിലെ വിശേഷങ്ങൾ? അമ്മേ, അമ്മയ്ക്കൊരു കാര്യം കേൾക്കോ? എന്റെ ക്ലാസ്സിലെ മുന്നേ ഇല്ലേ, അവനിന്ന് ഫുഡ് കൊണ്ടുവന്നില്ല. പാവം വിശന്ന് തളർന്ന് കിടക്കുകയായിരുന്നവൻ. അവന്റെ വീട്ടിൽ പട്ടിണിയാണത്രേ. ഞാൻ അവന് ഫുഡ് ഷെയർ ചെയ്തു. അമ്മേ, നാളെയും ഞാൻ കൊടുക്കും. അമ്മ മറക്കാതെ തന്നു വിടണേ. ഉറപ്പായിട്ടും. ഇപ്പൊ ജോർജ് കുട്ടിക്ക് മനസ്സിലായില്ലേ, നോമ്പെടുക്കുക എന്നാൽ പട്ടിണി കിടക്കുന്നവരെയും വിശക്കുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്തുകയാണെന്ന്. ഈ നോമ്പുകാലം ജോർജ് കുട്ടിയെ പഠിപ്പിച്ചു. നോമ്പെടുക്കുക എന്നാൽ വിശന്നിരിക്കുന്നവരെയും സഹായം ആവശ്യപ്പെടുന്നവരെയും പരിഗണിക്കുക എന്നതാണ്. ഇനി നമുക്ക് ഓരോ നോമ്പുകാലവും അർത്ഥപൂർണമാക്കാം, അല്ലേ അമ്മേ?